അപ്പൊ ഗൈസ് ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് അടുത്ത ട്രിപ്പിന് പോവാണ് ഗൈസ്. എങ്ങോട്ടല്ല പോകുന്നേ? നമ്മൾ കോഴിക്കോട്. ഗൈസ് ഇന്ന് നമ്മള് കോഴിക്കോടാണ് പറഞ്ഞത്. ഞങ്ങളുണ്ട്. ഞാൻ തെറ്റാതിരിക്കാൻ വേണ്ടി നല്ലോണം പഠിച്ചിട്ടുണ്ട് കോഴിക്കോട്. ലാമ കോഴിക്കോട് നേരം കൊച്ചു പറയാതിരുന്നത് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടി ഉണ്ട്. ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങളിപ്പോ ഇറങ്ങുവാണ്. 5:30 ഇനി അവരും എന്നെ ഒരു താമസമുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പൊ നമുക്ക് ഇനി പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ കോഴിക്കോടുള്ള ട്രിപ്പിലേക്കാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങള് മലപ്പുറം എത്താറായി. താത്താനെ തന്നെ എടപ്പാളിന് പിക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങളൊരു പാഡി ഫീൽഡിൽ എത്തി. ഈ കാഴ്ച ഭയങ്കര വിളരമാണ്. പാലാണ് പക്ഷെ മഴ വരാനാണ് വെള്ളത്താണ്. ഇതുപോലെ താരം പാടത്താണ്. മഴ വരാനാണ് വെള്ള മേത്താവും. അപ്പൊ ഞാന് വരുമ്പത്തേക്കൂടെ നടന്നുകൊണ്ടിരിക്കണ. ലാമിയൊക്കെ വരാൻ പേടിയാണ്. അവിടെ ചാടി തന്നെ ലാമ ചെളിയിൽ ഓട്ടി വന്നു. നമ്മള് നടക്കുവാണ്. ഈ കാഴ്ച ഭയങ്കര വിളരമാണ്. ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെ പാഡി ഫീൽഡ് ഒന്നും കാണാൻ കിട്ടൂല. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പാഡി ഫീൽഡ്സ് ഒക്കെ ഉള്ളൂ. മിക്ക സ്ഥലത്ത് ഇല്ല. ഗൈസ് ലാമി അങ്ങ് വിദൂരതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ലാമി അവിടം വരെ പോയിട്ട് തിരിച്ചു വരുവാണ് ഗൈസ്. ലാമി അവിടെ തന്നെ നിൽക്കുവാണ്. പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് വന്നില്ല ലാമിയ. പയ്യാണ്. ഇപ്പൊ പെട്ടെന്നായി ഗൈസ്. ലാമി ഇപ്പൊ അവിടെ എത്തി. ഇവിടെ ചെറിയൊരു വരമ്പാണ്. അതിക്കോടെ നമ്മളിങ്ങനെ നടന്നു തന്നെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നടത്ത് ചെളിയോ. ഞാൻ വന്നില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ജമാലു നമ്മള് തിരിച്ചു പോവാണ് ഗൈസ്. അതിനേക്കാളും ഭയങ്കരമാണ് തിരിച്ചു പോകുന്നത്. ചാടണ്ട, നല്ല തെന്നല അവിടെ. ഞാൻ ചാടിയെത്തി. ഞാൻ ചാടില്ല. ഇസ്ലാമിയായ അങ്ങനെ എത്തിയപ്പോ നമ്മള് തിരിച്ചു പോവാണ്. തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അൽവ മനസ്സുള്ളൊരീ കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കായ വറുത്ത് തരാടോ, കറുമുറ വയറ് നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽബില് തേനൊഴുകണ കോഴിക്കോട്. ഇത്താത്താക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത്താത്ത ഇപ്പൊ തന്നെ വരും. നമുക്ക് ഇത്താത്ത വന്നിട്ട് നമ്മുടെ യാത്ര തുടരാം. മഞ്ചുള്ള നടക്കാവ് താണ്ടി പുതിയ ബീച്ചില് കേട്ടോ ബാബുക്ക പാടണ ഇത്തുവിന്റെ അവിടെ ഫോൺ വിളിച്ചോണ്ട് നിക്കണ്ട്. അവിടെ ഇപ്പൊ അവിടെ കിറ്റും പിടിച്ചോണ്ട് നിക്കണ്ട്. ഇപ്പൊ വരും. അപ്പൊ ഗൈസ് നമ്മുടെ ഇത്തു എത്തിയതേ ഉണ്ടോ, കാറിലേക്ക് കയറാണ്ടേ. അപ്പൊ ഗൈസ് നമ്മുടെ ഇത്തു എത്തി. അപ്പൊ ഗൈസ് നമ്മൾ ഇത്തുവിനെ പിക്ക് ചെയ്തു. ഞങ്ങൾ ഇപ്പൊ കോഴിക്കോട് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ലോണം വിശക്കുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് മമ്മ പാട്ട് പാടാൻ പോവാണ്. പാട്ട് പാടിക്കോ.
നീല നിലവേ തീരും എരിയെ പാതറിയേ മനത്തിലിരുയെ താളമായി ഉമ്മയിൽ പിന്നമലയാളെ താത്തിയിൽ പോണി രണ്ടി തത്തവന് ജീവന് അപ്പൊ ഞങ്ങളിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ ഒരു വെജ് ഹോട്ടലാണ് വന്നേക്കുന്നത്. എനിക്കിഷ്ടല്ല, എനിക്ക് പൊറോട്ടയും ബീഫും ബീഫും കഴിക്കാനാണ് തോന്നുന്നത്. ഭവനിലാണ് നമ്മള് വന്നേക്കുന്നത്. ലാമിയാക്കാണ് വെജ് ഇഷ്ടമല്ല. വെജ് ഇഷ്ടമാണ്, എന്നാലും രാവിലെ തന്നെ മസാല ദോശ കഴിക്കാതെ വന്നത്. ലാമിയാക്ക് ചെറുതായിട്ട് ഇഷ്ടമാണ്. പിന്നെ അവിടെ ഇച്ചിരി മിഠായികളൊക്കെ ഉണ്ട്, അതിലാണ് എന്റെ കണ്ണ്. നമുക്കിനി അകത്തേക്ക് കയറാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞങ്ങള് മിഠായിയൊക്കെ വാങ്ങുവാണ് കഴിക്കാൻ വേണ്ടി. ഹൽവില് തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ. അപ്പൊ ഗൈസ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. നമ്മള് കോഴിക്കോട് പോവാണ്. നമ്മൾ ഉദ്ദേശിച്ചത്ര ബ്രേക്ക്ഫാസ്റ്റ് വന്നില്ല, അത് ഉമ്മി പറഞ്ഞു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്, അവര് മസാല ദോശയാണ്. മസാല ദോശ കഴിച്ചവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ പൂര വെച്ച് അവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. മസാല ദോശക്ക് എന്തോ പോരായ്മ ഉണ്ടായി. അപ്പൊ നമുക്ക് ഇനി പോണ വഴിയിലുള്ള വിശേഷം കാണാം. സൽക്കാരം ഇടുക്കുള്ള ബീവി മീൻചന്ത വഴിക്കുന്നു കേറി, മഞ്ചുള്ള നടക്കാവ് താണ്ടി പുതിയാപ്പ ബീച്ചില് കേട്ടോ ബാബുക്ക പാടണ പാട്ട്. കല്ലായി വീശണ കാറ്റിലോ സന്തോയം പൂക്കണ ചൂര്. അങ്ങട് തട്ടി ഇങ്ങട് തട്ടി തമ്മിൽ പുഞ്ചിരി കൂട്ടി എല്ലാരും ഇവിടെ ഒരു കൂട്ട്. പത്തിരി ചുട്ട അപ്പൊ ഗൈസ് ഇതാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണിത്. ആ കാണുന്ന മരങ്ങളും തെങ്ങൊക്കെ നിൽക്കുന്നിടത്ത് വരെയാണ് ഇതിന്റെ വീതി. പണ്ട് ഇപ്പോഴാണ് മണ്ണൊക്കെ വാരി വെള്ളമൊക്കെ കുറഞ്ഞു. ഇത് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ വെള്ളം ഉണ്ടാവേണ്ടതാണ്. അപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഗൈസ്. അതാണ് നല്ല ഭംഗിയായിരിക്കും. മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കായ വറുത്ത് തരാടോ, കറുമുറ വയറ് നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. ചേട്ടാ ഇത് എന്താണ്? ഫിഷ് നെറ്റാണ്. അപ്പൊ ഇതിപ്പോ കേടുകൾ ഇതാക്കണോ പുതിയ വല ഉണ്ടാക്കണോ? അല്ല, ഇതിന്റെ റിപ്പയർ ചെയ്യാം. അപ്പൊ ഇത് ഇത്ര വലയായിട്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യം മീൻ പിടിക്കാൻ പോകുന്നത്? അതെ, നിങ്ങൾ തന്നെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്, അത് വേറെ ആൾക്കാർ? ഞങ്ങളെ ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ചാണ് ഇത്രയും വലയം കൊണ്ടാണ് മീൻ പിടിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം പോകുന്നത്. ഇനി ഇത്രയും വലയം കൊണ്ട് അവര് ഉൾക്കടലിലേക്കൊക്കെ പോയി മീൻ പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊക്കെ മീൻ കിട്ടുന്നത്. ഇവരുടെ ഈ കഷ്ടപ്പാട് കൊണ്ടാണ് നമുക്ക് ഈ തിന്നാൻ വേണ്ടി മീൻ കിട്ടുന്നത്. നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. മുത്തണക്കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കൽവില് തേനൊഴുകണ കോഴിക്കോട്. ഹൽവില് തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി കോഴിക്കോട്. കടലണ്ടിന്റെ സ്പെഷ്യലാണ് ഐസ് എന്ന് പറയും. ഇത് നല്ല ഒരു അടിപൊളി വെറൈറ്റി സാധനമാണ്. അതാ ഒഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം, എന്തൊക്കെ ഐറ്റംസ് ആണ്? അതിന് ആദ്യം നമ്മൾ നന്നായി സർബത്ത്, പൊട്ടുകടല, ഫ്രൂട്ടി, മറ്റേ സ്പൈസ് ഉണ്ടെങ്കിൽ സ്പൈസ് ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, പല ഫ്ലേവറുകളുണ്ട്. ഓക്കെ.
തിരുമുക്കി നമ്മൾ കൂടി ഒന്നായിട്ടിരിക്കണ നാട് ബാപ്പു മുത്താണ് നമ്മുടെ കോഴിക്കോട് മുത്താണ് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട് കൽവില് തേനൊഴുകണ കോഴിക്കോട്. ഇതാണ് ഹോട്ടൽ അംബിക. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു സമുദ്ര സദ്യ കഴിക്കാന്നാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ശരിക്കും 12:30 വന്ന് സീറ്റൊക്കെ ബുക്ക് ചെയ്യണം, എന്നാലാണ് നല്ല സീറ്റൊക്കെ കിട്ടുള്ളൂ, ഒരുമിച്ചിരിക്കാൻ പറ്റിയത്. മേളിലാണ് ഇതുള്ളൂ എന്ന് പറഞ്ഞു. ഗായ്സ് സമുദ്ര സദ്യ ടുഡേ സ്പെഷ്യൽ. AC റെസ്റ്റോറന്റ്. ഞായറാഴ്ചയാണ്, പിന്നെ ക്രിസ്മസ് ഹോളിഡേയ്സ് കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പൊ ഞങ്ങള് ചെന്നോടത് ഞങ്ങൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ഞങ്ങള് അവിടെ ക്യൂ നിൽക്കേണ്ട വന്നേരം ഞങ്ങള് കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു വന്നേരം. അപ്പോൾ ഇനി ലാമിയൊക്കെ കൈ കഴുകാൻ പോയിക്കാണ് അവർ വന്നിട്ട്. അപ്പോൾ നമ്മളിനി മിഠായി തെരുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അതേപോലെ ലാമ്യ കൈ കഴുകിയിട്ട് വന്നിട്ടുണ്ടായി. ലാമ്യ എങ്ങനെയുണ്ട് സമുദ്ര സദ്യ? നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ വയറ് നിറയണം നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചോറ് തീരാൻ അറിയില്ല, പക്ഷെ നമ്മൾ കഴിച്ചു പോവാണ്. എത്ര വയറ് നിറഞ്ഞിട്ടും കഴിച്ച് അങ്ങനെ കഴിക്കല് നിർത്താൻ തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാർസ്. പിന്നെ കോഴിക്കോട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഹോട്ടലിന്റെ പേര് അംബിക എന്നാണ്. നിങ്ങൾ ഈ ഹോട്ടലിൽ മാത്രമാണ് സമുദ്ര സദ്യ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ കോഴിക്കോട് വരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ഒരു ഫുഡാണ്. ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വലിയൊരു നഷ്ടമായി പോകും. അപ്പോൾ നമ്മൾ ഇനി മിഠായി തെരുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഞങ്ങളിവിടെ മിഠായി തെരുവിലെത്തി. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ഡിസ്കൗണ്ടാണ്. ഇന്ന് തന്നെ ഞായറാഴ്ചയാണ്, നല്ല തിരക്കും കൂടിയാണ് ഗൈസ്. അത് ലാമയപ്പോൾ ഇവിടെ ഒരു ഷൂ എടുക്കാൻ കയറിയേക്കാണ് ഗൈസ്. ഇവിടെ കുറേ ചെരുപ്പുകളുണ്ട്. ഇച്ചിരിയും കൂടി ലൂസ് വേണം. ഇത് ഹൽവില് തേനൊഴുകണ കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട്. കായവറുത്ത് തരാടോ കറുമുറ വയറ് നിറച്ച് കഴിച്ചോ ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽബില് തേനൊഴുകണ കോഴിക്കോട്. മിഠായി തെരുവൊരു ബീവി, സൽക്കാരം ഇടുക്കുള്ള ബീവി, മീൻചന്ത വഴിക്കുന്നു കേറി
നമ്മുടെ കോഴിക്കോട് ഞങ്ങളങ്ങനെ കാപ്പാട് ബീച്ചിൽ നിന്ന് കയറിയുമ്പോ ഹോട്ടൽ റഹ്മത്തിലാണ് വന്നേക്കുന്നത്. ഒരു കോഴിക്കോടൻ ബിരിയാണി കഴിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മുത്താണ് നമ്മുടെ കോഴിക്കോട്, കൽവില് തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു ഗൈസ്. ഞാൻ ഇവിടുത്തെ മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ബീഫ് ബിരിയാണി കഴിച്ചവരും ചിക്കൻ ബിരിയാണി കഴിച്ചവരും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് ട്രിപ്പ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മുഹമ്മദ് അമീൻ സൈനിങ് ഔട്ട്.